യഹോവ സാക്ഷികൾ. യഹോവ സാക്ഷികളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആരാണ് യഹോവ സാക്ഷികൾ? ഇവർ ആരെയാണ് ദൈവമായി കാണുന്നത്? ഇവർക്ക് ക്രൈസ്തവ സഭയുമായി എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ഇവരുടെ ആരംഭം എവിടെയാണ്? തുടങ്ങിയ വിവരങ്ങൾ ഈ എപ്പിസോഡിൽ ലഘുവായി പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു. മൗലികങ്ങളായ പല ക്രിസ്തീയ വിശ്വാസങ്ങളെയും നിഷേധിക്കുന്ന ഒരു വിഭാഗമാണ് യഹോവ സാക്ഷികൾ. ബൈബിളിലെ പഴയ നിയമത്തിലെ യെശയ്യാവ് 43 അധ്യായം 12 വാക്യം ആധാരമാക്കിയാണ് ഈ പേര് അവർ സ്വീകരിച്ചത്. 1852 അമേരിക്കയിലെ പീറ്റ്സ്ബർഗിൽ ജനിച്ച ചാൾസ് ടേസ് റസൽ എന്നയാളാണ് യഹോവ സാക്ഷികൾ എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. റസൽ എന്നയാൾ ഇത് സ്ഥാപിച്ചതുകൊണ്ട് റസൽ മതം എന്നും യഹോവ സാക്ഷികളെ വിളിക്കാറുണ്ട്. 1872 ഇദ്ദേഹം സ്ഥാപിച്ച ബൈബിൾ സ്കൂൾ പിന്നീട് വാച്ച് ടവർ സൊസൈറ്റിയായി സംഘടിപ്പിക്കപ്പെട്ടു. 1916 റസൽ മരിച്ചപ്പോൾ നേതൃത്വം റുദർഫോർഡ് ഏറ്റെടുക്കുകയും 1942 അദ്ദേഹം മരിക്കുന്നതുവരെ ആ സ്ഥാനത്ത് തുടരുകയും ചെയ്തു. മറ്റേത് സംഘടനയെക്കാളും പ്രചരണ പരിപാടികളിൽ യഹോവ സാക്ഷികൾ മുൻപന്തിയിലാണ്. ഒരു അന്താരാഷ്ട്ര വ്യാപാര സംഘടന പോലെ ആധുനിക സമ്പ്രദായത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ പ്രസ്ഥാനം. ഇതിൻ്റെ സൂത്രധാരത്വം വഹിക്കുന്നത് സർവാധികാര സമിതിയായ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. കൂടി വരുന്നവരോട് പ്രസംഗിക്കുകയല്ല ഇവർ ചെയ്യുന്നത്. ഭവനങ്ങൾ തോറും സന്ദർശനം നടത്തി ഇവരുടെ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. അവരുടെ പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും കാസറ്റുകളും വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. എല്ലാ അംഗങ്ങളും അവരുടെ രീതിയിലുള്ള സുവിശേഷ വേല ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. ഇവരുടെ ദുരുപദേശങ്ങൾ എന്താണെന്ന് നോക്കാം. 1. തൃത്വവിശ്വാസം സാത്താൻ്റെ ഉപദേശം എന്ന് പഠിപ്പിക്കുന്നു. 2. യേശുക്രിസ്തു ദൈവമായിരുന്നില്ല, ഒരു സൃഷ്ടി മാത്രമായിരുന്നു, ആദ്യം സൃഷ്ടിക്കപ്പെട്ടവൻ. മനുഷ്യാവതാരത്തിന് മുമ്പ് മിഖായേൽ എന്ന മാലാഖയായിരുന്നു. 3. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ദൈവമായിരുന്നില്ല, വെറും മനുഷ്യൻ മാത്രം. 4. യേശുക്രിസ്തു മരിച്ചപ്പോൾ തൻ്റെ അസ്തിത്വം ഇല്ലാതെയായി. ഒന്നുമില്ലായ്കയിൽ നിന്ന് എന്ന പോലെ ദൈവം അവനെ ഉയർപ്പിച്ചു. 5. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ശരീരത്തോടു കൂടിയല്ല. കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട ശരീരത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിശ്ചയമില്ല. 6. പരിശുദ്ധാത്മാവിന് ദൈവത്വമോ ആളത്വമോ ഇല്ല. 7. മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ആത്മാവ് അവശേഷിക്കുന്നില്ല. മനുഷ്യരും മൃഗവും മരണത്തിൽ ഒന്നുപോലെ തന്നെയാണ്. 8. യുഗാന്ത്യപരമായ ഉപദേശങ്ങൾ 1914 ജാതികളുടെ കാലം തികഞ്ഞു. 1918 ക്രിസ്തു തൻ്റെ രാജ്യത്വം സ്ഥാപിച്ചു. സിംഹാസനത്തിന്മേൽ അവരോഹിതനായി. 1935 മുമ്പ് വിശ്വസിച്ച റസൽ മതക്കാർക്ക് സ്വർഗം ലഭിക്കും. അതും 14,000 പേർക്ക് മാത്രമാണ്. അവർ സ്വർഗത്തിൽ വാഴുന്നു. അർമ്മഗദ്ദോൻ യുദ്ധം ആസന്നഭാവിയിൽ നടക്കും. അതിൽ യഹോവ സാക്ഷികളല്ലാത്തവരെല്ലാം നശിച്ചു പോകും. ഭൂമിയിൽ പർദീസ സ്ഥാപിക്കപ്പെടും. പക്ഷേ അത് 1000 വർഷത്തേക്ക് മാത്രം. 9. മറ്റെല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും സാത്താൻ്റെ സഖ്യത്തിൽപ്പെട്ടവയും അർമ്മഗദ്ദോൻ യുദ്ധത്തിൽ നശിക്കപ്പെടാൻ ഉള്ളവയുമാണ്. തുടങ്ങിയവയൊക്കെയാണ് യഹോവ സാക്ഷികളുടെ ദുരുപദേശമായി ക്രൈസ്തവ സഭയിലെ പ്രമുഖർ മനസ്സിലാക്കിയിരിക്കുന്നത്.